എൽ.ഡി.എഫ് പരസ്യം പ്രസിദ്ധീകരിച്ചതിന് സുപ്രഭാതം പത്രം കത്തിച്ച വിവാദത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്ത വിലക്കിയ പരിപാടികളിൽ ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം കുറ്റപ്പെടുത്തി. സമസ്തയുമായുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിച്ചുവെന്ന മുസ്ലിം ലീഗ് വാദത്തെ തള്ളുന്നതാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. സമസ്തയ്ക്കെതിരായ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു. മുൻപ് ഇങ്ങനെയായിരുന്നില്ല. സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല. സമസ്തക്കെതിരായ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയേ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രഭാതം പത്രത്തിൽ LDF അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല. ഇന്നലെ ഇപ്പം സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് എന്താ തിരക്കേട്? ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. CIC വിഷയത്തിലുൾപ്പെടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിന്റെ വോട്ട് ബാങ്കായ സമസ്തയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും. 24 കോഴിക്കോട്.